കടലമാവ് ഇരിപ്പുണ്ടോ? എന്നൊരു സാധനം ഉണ്ടാക്കിയാലോ? നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ലഡു. ലഡു ഇഷ്ടമല്ലാത്ത ആരും ഉണ്ടാവില്ല അല്ലേ? എന്നാ വാ ഉണ്ടാക്കി നോക്കാം. ആദ്യം ഒരു പാത്രത്തിൽ ഞാൻ 2 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. എന്നിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിൽ നിന്ന് മുഴുവൻ വെള്ളം ഒഴിക്കേണ്ട, കുറേശ്ശെ വെള്ളം ഒഴിച്ച് നന്നായിട്ട് കട്ട കെട്ടാതെ മിക്സ് ചെയ്ത് വേണം എടുക്കാൻ. ഞാൻ ടോട്ടലായിട്ട് 1.25 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 കപ്പ് കടലമാവിന് 1.25 കപ്പ് വെള്ളം എന്ന അളവിലാണ് ഞാനിവിടെ എടുത്തേക്കണത്. ഇത് കണ്ടില്ലേ? നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടും. ഞാനിതിനകത്ത് ആർട്ടിഫിഷ്യൽ കളറൊന്നും ചേർക്കാത്തത് കൊണ്ട് കളറിന് വേണ്ടി ഒരിച്ചിരി മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ഒരു പൊടി എല്ലായിടത്തും എത്തുന്ന രീതിയിലായിട്ട് നന്നായിട്ട് കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് ഒരു പാൻ വെച്ച് ആ പാനൊന്ന് നന്നായിട്ട് ചൂടാക്കി എടുക്കുക. പാൻ നന്നായിട്ട് ചൂടാകുമ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഞാൻ വെളിച്ചെണ്ണ തന്നെയാണ് യൂസ് ചെയ്തത്. എന്നിട്ടത് ചൂടായെന്നറിയാൻ ഒരിച്ചിരി ബാറ്റർ അതിൽ ഒഴിച്ച് വെക്കുക. അന്നേരം അത് മുകളിലേക്ക് പൊങ്ങി വരുന്നുണ്ടെങ്കിൽ നമ്മുടെ ഓയിൽ ചൂടായി, കറക്റ്റ് പരുവാന്ന് മനസ്സിലാവും. ഇതേ കണ്ടില്ലേ? ഇനി ഒരു കണ്ണാപ്പ എടുത്തിട്ട് അതിലേക്ക് മാവ് ഒഴിച്ച് ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കുക. ഇതിപ്പോൾ ഇല്ലയെന്ന് വിചാരിച്ചിട്ട് ടെൻഷൻ ആവുമൊന്നും വേണ്ട. ഒരു കവറിൽ മാവ് ഒഴിച്ച് പൈപ്പിംഗ് ബാഗ് പോലെ ആക്കി എടുത്താലും മതി. ഇല്ലാതെങ്കിൽ ഇങ്ങനെ അല്ലാതെ ചുറ്റിച്ചു കൊടുത്താലും മതി. നമുക്ക് ജസ്റ്റ് ഇത് അടിക്കാനുള്ളതാണ്, അതുകൊണ്ട് ഇങ്ങനെ മതി. എന്നിട്ടതിനെ വറുത്ത് നന്നായിട്ട് കോരുക. ഒരുപാട് ബ്രൗൺ കളറൊന്നും ആവണ്ട, ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയാൽ മതി. അങ്ങനെ ഞാൻ ബാക്കിയെല്ലാം തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ എങ്ങനെ ഇരുന്നാലും കുഴപ്പമില്ല, ഷേപ്പൊന്നും നോക്കണ്ട. അങ്ങനെ ഞാൻ ഫുള്ളും ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേ കണ്ടില്ലേ? നമ്മുടെ ബൂന്തി റെഡിയായി. നമ്മളെന്തായാലും മിക്സിയിൽ പൊടിച്ചെടുക്കും, അതുകൊണ്ട് ഷേപ്പൊന്നും കാര്യമുള്ള കാര്യമല്ല. ഓക്കെ, ഇതെല്ലാം കൂടി ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ചെറിയ തരിയോടുകൂടിയാണ് പൊടിച്ചെടുക്കുന്നത്. അങ്ങനെ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതേ കണ്ടില്ലേ? ഇത് ഇങ്ങനെയാണ് ഞാൻ പൊടിച്ചെടുത്തേക്കുന്നത്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് 1.5 കപ്പ് പഞ്ചസാരയിലേക്ക് 1 കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ ഒരു ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുക്കാം. ഷുഗർ സിറപ്പ് നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേനും ഇതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന ആ ബൂന്തിയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അത് നന്നായിട്ട് ആ സിറപ്പെല്ലാം കുടിച്ച് ജസ്റ്റ് ഒന്ന് ടൈറ്റായിട്ട് വരുമ്പോഴത്തേനും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരു പാത്രം എടുത്ത് അതിലേക്ക് ഒരിച്ചിരി നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് നമ്മുടെ കാഷ്നട്ടൊക്കെ ഉണ്ടെങ്കിൽ കാഷ്നട്ടൊക്കെ ആഡ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇപ്പം എൻ്റെ അടുത്തുള്ളത് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ഇത് നമുക്കതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നെയ്യ് അധികം ഇഷ്ടമല്ലാത്തവർ നട്ട്സ് മാത്രമായിട്ട് എടുത്തിട്ട് ഇട്ടാലും മതി. അതായത് മുന്തിരി മാത്രം എടുത്തിട്ട് ഇട്ടാലും മതി. ഇപ്പം ഞങ്ങൾക്കിവിടെ നെയ്യ് ഇഷ്ടമായതുകൊണ്ട് ഇതിനകത്ത് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്, ആ ഒരു ലഡുവിന് ചെറിയൊരു ടേസ്റ്റ് വരാൻ വേണ്ടി. എന്നിട്ട് ഇതിനെ ചൂടൊന്ന് ചെറുതായിട്ട് കുറഞ്ഞു വരുമ്പോഴത്തേനും ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കുക. അങ്ങനെ എല്ലാം തന്നെ ഞാൻ ചെയ്തെടുക്കുന്നുണ്ട്. ലഡു കഴിക്കാൻ ഒരു ക്രേവിങ്സ് ഉണ്ടാകുമ്പോൾ നമുക്ക് കഴിക്കാൻ പറ്റിയ സാധനം തന്നെയാണ്. ഇതേ കണ്ടില്ലേ? ഇവിടെ ഒരാൾ ലഡുവിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. തൽക്കാലം ഞാനൊരു കാർട്ടൂണൊക്കെ ഇട്ട് കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് നിർത്തിയേക്കുവാണ്. എന്നാലും പുള്ളിക്കാരുടെ കണ്ണ് മുഴുവൻ ഇതിൽ തന്നെയാണ്. കണ്ടില്ലേ? അങ്ങനെ ലഡു എല്ലാം റെഡിയായി കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ എങ്ങനെയാണ് ഉൾഭാഗമൊക്കെ? ഓക്കെ, നമ്മൾ ഉണ്ടാക്കിയ സാധനം ടേസ്റ്റ് ചെയ്യാൻ ആളെത്തിയിട്ടുണ്ട്.
അതുപോലെ അവളുടെ സൈസിലൊരെണ്ണം സെറ്റ് ചെയ്തിട്ടുണ്ട്, അത് അവൾക്ക് കൊടുക്കാം. ഇതെന്താ മോനെ? ഇതെന്താ? കാ. ബാ ബാ. എനിവേ അവൾ നല്ല ഹാപ്പിയായിട്ട് ഇത് കളിച്ച് തിരിച്ച് നിൽപ്പുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു.